നിയമസഭയിൽ ഇന്നലെ വാഗ്വാദങ്ങൾ അടക്കാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ടോം ആൻഡ് ജെറി കാണുന്നത് പോലെയാണ് തോന്നുക. കാരണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ പറഞ്ഞ കാര്യം അവിടെ പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കെ ഇവര് പറഞ്ഞ കാര്യം തിരിച്ചു പറയുന്നു. സത്യത്തിൽ ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് ജനത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കോർ ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും. ഈ കാരണത്തിനെ അഭിമുഖീകരിക്കാതെ ഇവര് പരസ്പരം ഇങ്ങനെ പഴിചാരി കളിക്കുകയാണ്. ജനത്തിന് എന്താണ് സാർ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്നത്? ജനത്തിന് ഗുണമില്ല എന്ന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ സിനിമ കാണുന്ന പോലെ, ക്രിക്കറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക രാഷ്ട്രീയം. ഇപ്പൊ രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ എനിക്ക് താല്പര്യമുള്ള ടീം വേണ്ടി ഞാൻ വാദിക്കും, മറ്റേ ടീമിന് വേണ്ടി എതിരാളി വാദിക്കും. പക്ഷെ അതിൽ ആര് ജയിച്ചാലും തോറ്റാലും എന്റെ ജീവിതത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പൊ IPL RCB ജയിച്ചാലും GT ജയിച്ചാലും എന്റെ ജീവിതത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല. എനിക്ക് RCBയോട് ഇഷ്ടം ഉണ്ടാവും, നിങ്ങൾക്ക് GTയോട് ഇഷ്ടം ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ തർക്കിക്കാം. പക്ഷെ ഇവിടെ രാഷ്ട്രീയം അതല്ല. നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ ആവരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എന്താ പ്രശ്നം? ഇന്നലെ പ്രതിപക്ഷ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു. വളരെ അടിയന്തര പ്രശ്നം തന്നെയാണ്. ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ല, പക്ഷേ ഞാൻ പറയുന്നു വളരെ കൃത്യമായൊരു പ്രശ്നമാണ്. അത് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട് ഇന്നലെ മറുപടിയിൽ. കേരളത്തിൽ അതിഗുരുതരമായ വിലക്കയറ്റം ഉണ്ടായി. കേരളത്തിലല്ല, ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യൻ രൂപയുടെ വില ഇടിഞ്ഞ് താന്നിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പെട്രോൾ, ഡീസൽ വില, ഗ്യാസിന്റെ വില. ഇപ്പോൾ വ്യാപാര ഗ്യാസിന്റെ വില ഇരട്ടിയായി കഴിഞ്ഞ ഒരു 3 മാസത്തിനകത്ത്. ഇരട്ടിയായി. 1800 ഉണ്ടായിരുന്നു, 3600 അടുത്ത് എത്തുകയാണ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ബാധിക്കില്ലേ? നമ്മുടെ ഹോട്ടലിൽ പലതും അടച്ചു പോയില്ലേ? ഗ്യാസ് കിട്ടാനില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴുള്ള പല പ്രോഡക്ട്സ് അവർ ഉണ്ടാക്കുന്നില്ല. ബേക്കറികൾ വലിയ പ്രശ്നത്തിലാണ്. തൊഴിലാളിക്ക് പ്രശ്നമുണ്ട്, ഹോട്ടൽ തൊഴിലാളിക്ക് പ്രശ്നമുണ്ട് വലിയ തോതിൽ. ഇപ്പൊ ഇന്നലെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. സതീശനാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ല, ഇതിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. ഇത്ര വലിയ തോതിൽ പെട്രോളിയം, ഡീസലിന്റെ വില കൂട്ടും. അവര് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് അടച്ചു, ഇറാൻ യുദ്ധം, മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ക്രൂഡിന്റെ വിലയ്ക്ക് അനുസരിച്ചല്ല നമ്മുടെ പെട്രോൾ വില നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പറയുക. $60 ക്രൂഡിന് ഉണ്ടായിരുന്നപ്പോഴും നമ്മുടെ പെട്രോൾ 90 രൂപയായിരുന്നു. 90 രൂപ വരെ അന്നൊന്നും കുറച്ചില്ല. ക്രൂഡ് കുറഞ്ഞപ്പോഴും, ക്രൂഡ് കൂടിയാൽ ഇത് കൂട്ടും, പക്ഷെ ക്രൂഡിന്റെ വില കുറഞ്ഞാലും പെട്രോളിന്റെ വില കുറയില്ല. ഇവിടുത്തെ എണ്ണ കമ്പനികൾ വലിയ തോതിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അത് 3 പ്രധാന സർക്കാർ കമ്പനികൾ, IOC, BPC, HPC, ഈ 3 കമ്പനികൾ, ഹിന്ദുസ്ഥാൻ, ആ 3 കമ്പനികളും പിന്നെ കുറച്ച് ഒരു 10% വരുന്ന റിലയൻസും അല്ലെങ്കിൽ അദാനിയൊക്കെ ഉള്ളത്. അപ്പൊ പ്രശ്നം എന്താ? ഈ ഓയിൽ കമ്പനികൾ ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ലാഭം എല്ലാ കാലത്തും അവർ വാങ്ങുകയും അതിൻ്റെ ഒരു പങ്ക് കേന്ദ്ര സർക്കാരിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഷെയർ ഹോൾഡറാണ്. HPCക്കും IOCക്കും BPCക്കും കിട്ടിയാൽ അതിലെ ഷെയർ ഹോൾഡറാണ്. ആ ലാഭം കൂടെ അവർക്ക് കിട്ടുന്നു. അങ്ങനെ തന്നെ 20,000 കോടി 25,000 കോടി രൂപ കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്രയും വില കൂടുമ്പോൾ അത് അബ്സോർബ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എണ്ണ കമ്പനികൾക്കുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, സർക്കാരാണ്. ഇനി അവരങ്ങനെ കുറച്ചില്ലെങ്കിൽ സർക്കാർ അത് കൊടുത്ത് അവരെ കുറയ്ക്കണം. ഇപ്പൊ അവർക്ക് ഞങ്ങൾക്ക് നഷ്ടത്തിലാണ്, ഇതാ ക്രൂഡ് വില കൂടി നഷ്ടത്തിലാണ്, ക്രൂഡ് വീണ്ടും ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് പടിയായിട്ട് കൂടണേ. അതും തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കൂട്ടില്ല. 3 മാസം യുദ്ധം ഉണ്ടായിരുന്നു, അപ്പൊ കൂട്ടിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യുദ്ധം വന്നു, കൂട്ടി. ഇതൊക്കെ ഗിമ്മിക്സ് ആണ്. അതൊരു കേന്ദ്ര സർക്കാരിന്റെ. ഇവിടെ സംഭവിക്കുന്ന എന്താ? കേരളത്തിൽ നല്ല സംസ്ഥാനങ്ങളിൽ ഇത് എത്തുമ്പോൾ സംസ്ഥാന നികുതിയും കേന്ദ്ര നികുതിയും ഇതിന്റെ മേലുണ്ട്. സംസ്ഥാന നികുതിയും കേന്ദ്ര നികുതി ഇപ്പോൾ ഇവിടെ 115 രൂപയിൽ 30 രൂപയിൽ കൂടുതൽ സംസ്ഥാന നികുതിയാണ്. ബാക്കി കേന്ദ്ര നികുതി ഒക്കെ ഉണ്ട്, ED ഒക്കെ ഉണ്ട്. പിന്നെ സെസ്, പിന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, സാമൂഹ്യക്ഷേമം. അതുകൊണ്ട് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഏർപ്പെടുത്തിയ സാമൂഹ്യക്ഷേമ സെസ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ? ഇതിന്റെ ഒക്കെ ഭാരം വരുന്ന ആർക്കാ? നിങ്ങൾ എന്തിന്റെ പേരിൽ സെസ് ഏർപ്പെടുത്തിയാലും ഭാരം വരുന്ന ഇയാൾക്കല്ലേ, ഒരാൾക്കല്ലേ. പണ്ടൊരു കുഞ്ചൻനമ്പ്യാർ ഒരു തമാശയുണ്ട്. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാരും ഒരാളെ ഇടത്തും വലത്തും ഇരുന്നിട്ട്, ഇത് നിന്റെ കാല്, ഇത് എന്റെ കാല്, ഭർത്താവിന്റെ കാലിലാണ്. ഒരാൾ ഇടത്ത് കാലിൽ ഇടിക്കും, മറ്റയാൾ വലത്ത് കാലിൽ ഇടിക്കും. ഇടികൊള്ളുന്നതിന് കൂടി ഈ ഭർത്താവല്ലേ പാവം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇവർ 2 പേര് ഇടിച്ചാലും കൊള്ളണം നമുക്കാണ്. ഇനി നമുക്ക് ചർച്ചയിലേക്ക് വന്നാൽ, പ്രതിപക്ഷം ഉന്നയിച്ചത് വളരെ ശരിയായ കാര്യമാണ് എന്ന് ഞാൻ ഉറപ്പായി പറഞ്ഞല്ലോ. കാരണം ജനങ്ങൾ വലയുന്നുണ്ട്. അപ്പൊ ന്യായമായും സംസ്ഥാന സർക്കാർ അവർക്ക് കിട്ടുന്ന നികുതി വിഹിതത്തിൽ ഒരു പരിധി കുറയ്ക്കണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. മുൻ ധനമന്ത്രി ബാലഗോപാലാണ് വളരെ മര്യാദയോടെ നന്നായി എന്നുവെച്ചാൽ ഒരു ലേഖനം വായിക്കുന്ന പോലെ വായിച്ചിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ വയലന്റ് ആവുന്ന ഒരാളൊന്നുമല്ല.
ഇതിന് ധനമന്ത്രി പറഞ്ഞ മറുപടി, ധനമന്ത്രി മുഖ്യമന്ത്രിയായ സതീശൻ പറഞ്ഞ മറുപടി യുക്തിഭദ്രമാണ്. സതീശൻ നല്ലൊരു സാമ്പത്തിക അർത്ഥത്തിലെ അനലിസ്റ്റാണ്, നല്ലൊരു താർക്കികനാണ്. പണ്ട് ഐസക് പോലും സതീശന്റെ മുമ്പിൽ അടിയറ പറഞ്ഞതാണ്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ സതീശൻ പറഞ്ഞ ചോദ്യങ്ങൾ വളരെ വേറെ രീതിയിൽ പ്രസക്തമാണ്. ബാലഗോപാൽ പറഞ്ഞ് സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ ധനമന്ത്രിയായിരുന്നപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്തെന്ന്, അതിപ്പോ നിങ്ങൾ ചെയ്യണമെന്നാണ്. കറക്റ്റ് അല്ലേ? സതീശന്റെ മറുപടി അതിലും രസമാണ്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മുൻ സർക്കാർ ഐസക്കിന്റെ സർക്കാർ, ഐസക് പറഞ്ഞൊരു മറുപടിയാണ് സതീശൻ കോട്ട് ചെയ്തത്. നികുതി കുറയ്ക്കാന്നുള്ള മണ്ടത്തരൊന്നും ഞങ്ങൾ ചെയ്യില്ല. അപ്പൊ നികുതി കുറയ്ക്കാന്നുള്ളത് മണ്ടത്തരാണെന്ന് ഐസക്കിന് അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോ ഞാൻ പിന്നെ എന്തിനാ മണ്ടത്തരം ചെയ്യണേ? ഐസക് വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു മണ്ടത്തരം ഞാൻ എന്തിനാ ചെയ്യണേ? ഇത് കേട്ടാൽ രാഷ്ട്രീയത്തിലൊക്കെ, കാരണം ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചു, ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചു. പക്ഷെ നമ്മൾ നമുക്കൊരു ഉത്തരവായോ? ഇത് കേട്ടിരിക്കുന്ന ഒരു പൗരന് എന്തെങ്കിലും ഉത്തരവായോ? ഇല്ലല്ലോ. നമുക്ക് വേണ്ടത് ഈ വാഗ്വാദങ്ങളെ അല്ല, ഇത്തരം രാഷ്ട്രീയ വാഗ്വാദങ്ങൾ കൊണ്ട് മറുപടി പറയണ്ട. ഉറപ്പായും ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന സതീശനാണ്, UDF ആണ്. UDF അന്ന് പറഞ്ഞത് നടപ്പാക്കാനാണ് അവരെ അധികാരത്തിലേറ്റിയത് അല്ലേ? LDF പറഞ്ഞത് തെറ്റാണെന്നുള്ളത് കൊണ്ടല്ലേ UDF അധികാരത്തിലേറ്റിയത്. എന്തിനാ UDF അധികാരത്തിലേറ്റിയത്? ഐസക് പറഞ്ഞതും ബാലഗോപാലൻ പറഞ്ഞതും പിണറായി വിജയൻ പറഞ്ഞതും തെറ്റായിരുന്നു. അവരെ ചെയ്യേണ്ടതല്ല, അവർ പറഞ്ഞതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് LDFന്റെ മാനിഫെസ്റ്റോ എടുത്തിട്ടല്ലല്ലോ UDF ഭരിക്കണേ. അപ്പൊ ഇവർ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവർ കുറയ്ക്കണം, ന്യായമായിട്ടും കുറയ്ക്കണം, അതിനൊരു തർക്കമില്ല. സതീശനും അതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ടാ പറയണേ, ഞങ്ങൾ കുറയ്ക്കും, പക്ഷേ ധവളപത്രം കൊണ്ടുവന്നിട്ട് കുറയ്ക്കാതെ. മാത്രമല്ല പൈസ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് എവിടെ എത്തും നോക്കട്ടെ, എന്നിട്ട് കുറയ്ക്കാതെ. അപ്പൊ അത് പഴയ ജനം സഹിക്കണോ? ധവളപത്രം വരുന്നവർ ജനം സഹിക്കണോ? ഒരു കാൽക്കുലേഷൻ. ധവളപത്രം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യരേഖയൊന്നും അല്ലല്ലോ. ഇവർക്ക് ഏതാണ്ട് സാമ്പത്തിക ശാസ്ത്രം അറിയാലോ. ഇവിടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവിടെ പ്ലാനിംഗ് ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ട്. സതീശൻ തന്നെ സാമ്പത്തികമായി നന്നായി അറിയുന്ന ഒരാളാണ്. താൽക്കാലികമായി ജനങ്ങൾക്ക് ഒരു കുറവ് കൊടുത്താൽ എന്താ കുഴപ്പം? കൊടുക്കണം എന്നാ ഞാൻ പറയണേ. അതിപ്പോ LDF വിലക്കയറ്റം ഉണ്ട് എന്നുള്ളത് ഈ രണ്ട് വിഭാഗത്തിനും അറിയാം. ഈ രണ്ട് വിഭാഗത്തിനും അറിയാം. പ്രത്യേകിച്ച് സാർ പറഞ്ഞതുപോലെ സതീശന് കൃത്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ജനത്തിന്റെ നടുവൊടിയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സാറ് പറഞ്ഞ പോലെ തന്നെ അതല്ലേ ചെയ്യേണ്ടത്? ഇവരോട് തർക്കിക്കാൻ നിൽക്കുന്നതിനേക്കാൾ ഭേദം ഇനി താൽക്കാലികമായിട്ട് ഞങ്ങൾ ഇപ്പൊ ഇത് ചെയ്യുന്നു, ഇനി ബാക്കി ധവളപത്രം വന്നതിന് ശേഷം അതാണ് ഏറ്റവും കറക്റ്റായ ഒരു മാർഗം. പക്ഷെ നമ്മുടെ രാഷ്ട്രീയം അങ്ങനെയല്ല പോകുന്നത്. നമ്മുടെ രാഷ്ട്രീയം തർക്കത്തിൽ നിന്ന് തർക്കത്തിലേക്ക് പോവുകയാണ്. ഇത് തർക്കശാസ്ത്ര വേദിയല്ല. തർക്കശാസ്ത്ര വേദിക്ക് പകരം ജനങ്ങൾക്ക് എന്ത് ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റത് യുക്തിയാണ്. ആ യുക്തി കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഏത് ടീം നല്ലതാണ് നമുക്ക് വേണ്ടി രണ്ടുപേർക്കും തർക്കിക്കാം. നമ്മൾ രണ്ടുപേര് തർക്കിക്കുന്നതുകൊണ്ട് ആ ടീമിന് ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോഴില്ല. ഞാൻ എൻ്റെ ടീമിന്, നിങ്ങൾ നിങ്ങളുടെ ടീമിന് വേണ്ടി തർക്കിച്ചാൽ തർക്കം ഉണ്ടാകുന്നുള്ളൂ. ആ ടീമിനൊരു ഗുണമില്ല. അതുപോലെ ജനങ്ങളിൽ ഇവിടെ ആരാണ് ആഫ്റ്റർ ഇഫക്റ്റ് ചെയ്യേണ്ടത്? ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു ഗവൺമെന്റ്. അപ്പൊ ഞാൻ പറയുന്നത്, ഐസക് പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കേണ്ട ജോലിയാണ് സതീശനുള്ളത്. അതാണ് സതീശന് കൊടുത്തിട്ടുള്ള പണി. പിണറായി ചെയ്തത് തെറ്റാണ് എന്ന് സ്ഥാപിക്കേണ്ട പണി ചെയ്യേണ്ട സതീശൻ അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. പിന്നെ ഇടതുപക്ഷം വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യും, അതൊക്കെ സമരാഭാസമാണ്. കാരണം കഴിഞ്ഞ 10 കൊല്ലമായി എല്ലാം ചെലവും എല്ലാത്തിനും കൂട്ടിയല്ലേ. കെട്ടിട നികുതി കൂട്ടി, ആ നികുതി കൂട്ടി, ഒരു നികുതി പോലും കുറച്ചില്ല, എല്ലാ നികുതിയും കൂട്ടി. ഈ അപ്പോഴും പെട്രോൾ വില കൂടിയിട്ടുണ്ട്, അപ്പോഴും അവരൊന്നും ചെയ്തില്ല. ഒരു പൈസ പോലും കഴിഞ്ഞ് 10 വർഷമായിട്ട് കുറച്ചില്ല കാര്യമായിട്ട്. അങ്ങനെ വരുമ്പോൾ അവര് ഇതിന് ചോദ്യത്തിന് മറുപടി പോലും പറഞ്ഞില്ല. സതീശൻ പറഞ്ഞു മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സപ്ലൈസ്, ഇതിൽ ഇടപെടാനുള്ള രണ്ടാമത്തെ ഏജൻസി സിവിൽ സപ്ലൈസ് ആണ്. നികുതി കുറച്ചാൽ മാത്രം പോരാ. സിവിൽ സപ്ലൈസിന് 2500 കോടി രൂപയോളം കഴിഞ്ഞ ഗവൺമെന്റ് കൊടുക്കാനുള്ളതുകൊണ്ട് അവർ സിവിൽ സപ്ലൈസ് പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്, ഓൾമോസ്റ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ 2500 കോടി ഞങ്ങൾ കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കണ്ടേ എന്നാ ചോദ്യം. തീർച്ചയായിട്ടും വേണം. ഇപ്പോ 2900 കോടിയോളം അത് കൊടുക്കണ്ടേ? അത് കൊടുക്കണ്ടേ ഇവിടുന്ന്? അതിനിവിടെ പൈസ, കാരണം ഈ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു ഇല്ലയോ എന്നുള്ള തർക്കം വേറെ വരുന്നുണ്ട്. ഖജനാവിൽ 5000 കോടി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ 5000 കോടി ഖജനാവിൽ ഉണ്ടെന്ന് പറയുന്നതിലൊന്നും വലിയ വിലയില്ല. കാരണം ഇപ്പൊ എന്റെ പോക്കറ്റിൽ 500 രൂപയുണ്ട്, പക്ഷെ എനിക്ക് കട 50,000 ആണെങ്കിലോ, ഞാൻ കൊടുക്കാനുള്ളത് 50,000 ആണെങ്കിൽ 500 രൂപ പോക്കറ്റിലില്ലേ? 50,000 രൂപ. അപ്പൊ 500 പോക്കറ്റിൽ പൂച്ച പറ്റി കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പോക്കറ്റിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. കാരണം എന്റെ മുമ്പിലുള്ള ചെലവ്
50,000 ആണെങ്കിൽ എൻ്റെ 500 ഒരു കഥയല്ല. ഒരു പക്ഷേ ഞാൻ ചായ കുടിക്കാൻ 500 ഉപയോഗിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം ബസ് ടിക്കറ്റ് എടുക്കാൻ 500 ഉപയോഗിക്കും. ഇതൊക്കെ ചെയ്യും. അതൊക്കെ എൻ്റെ ജോലി. അത് വെച്ചുകൊണ്ട് നിങ്ങളിൽ കാശുണ്ടല്ലോ എന്ന് പറയാൻ പാടില്ല. അതൊക്കെ പ്രതിപക്ഷം പറഞ്ഞോട്ടെ. പ്രതിപക്ഷത്തിന്റെ ജോലി അതാണ്, പറയലാണ്. അതല്ല എന്ന് പ്രൂവ് ചെയ്യലാണ്. ധവളപത്രം കൊണ്ടുവരണം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ആര് ഭരിച്ചാലും വളരെ ഗൗരവതരമായ ചർച്ച ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേന്ദ്ര നികുതിയുടെ ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ വേണ്ടത് ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു സഹായം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. ആ സഹായം ഒന്ന് ഇത് ചെയ്യുക, മറ്റൊന്ന് സിവിൽ സപ്ലൈസിനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുക. കഴിഞ്ഞ ഓണക്കാലത്ത് പോലും നമ്മുടെ സിവിൽ സപ്ലൈസ് വെറുതെ കിടന്നുറങ്ങി. അപ്പോൾ സിവിൽ സപ്ലൈസിനെ പ്രവർത്തനക്ഷമമാക്കുക. ഈ 2 കാര്യം ചെയ്താൽ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. അത് ചെയ്യുക. തർക്കം നമുക്ക് വേണമെങ്കിൽ ഇനി ചാനലിലോ നിയമസഭയിലോ നടത്താം.